നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് കെ മുരളീധരനിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. വട്ടിയൂർക്കാവിൽ മത്സരിക്കുമെന്നും BJP സ്വന്തം സഹോദരി പത്മജയെ ഇറക്കിയാലും തീരുമാനത്തിന് മാറ്റമില്ലെന്നും മുരളീധരൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വട്ടിയൂർക്കാവ് മുരളീധരന്റെ സ്വന്തം മണ്ഡലമായിരുന്നു. വടകരയ്ക്ക് പോയപ്പോഴാണ് ഉപേക്ഷിക്കേണ്ടി വന്നത്. തിരികെ വന്ന് നേമത്ത് മത്സരിച്ചെങ്കിലും രക്ഷ കിട്ടിയില്ലെന്ന് മാത്രമല്ല, ദയനീയമായി ഏറെ പിന്നിൽ 3ാം സ്ഥാനത്താവുകയും ചെയ്തു. നേമത്തിന് ശേഷം തൃശൂരും സമാനമായ തിരിച്ചടിയുണ്ടായി. 2 വട്ടം 3ാം സ്ഥാനത്തായ ക്ഷീണം വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ മാറ്റുകയാണ് മുരളീധരൻ. ഇനി മാറി നിൽക്കുന്ന നേതാവല്ല, ഇറങ്ങി കളിക്കുന്ന നേതാവാണെന്നും മുരളീധരൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ അംഗം BJPയോടല്ല, CPIM-നോടാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ സമരവുമല്ല, നിലനിൽപ്പിനുള്ള പോര് മാത്രവുമാണ്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. കെ മുരളീധരൻ പങ്കെടുക്കുന്ന വട്ടിയൂർക്കാവിലെ പാട്ടുമത്സരം. രണ്ടാമത്തെ മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയുടെ സ്വന്തം മണ്ഡലമാണ് അന്ന് തിരുവനന്തപുരം 2 ആയിരുന്ന ഇന്നത്തെ വട്ടിയൂർക്കാവ്. പിന്നെ തിരുവനന്തപുരം നോർത്ത് ആയപ്പോൾ ഓരോ തവണ G കാർത്തികേയനും K മോഹൻകുമാറും ജയിച്ചതൊഴിച്ചാൽ കോൺഗ്രസിന് കാര്യമായി വഴങ്ങിയിട്ടില്ല. വട്ടിയൂർക്കാവായപ്പോൾ 2011-ലും 2016-ലും ജയിച്ചത് കെ മുരളീധരനാണ്. മുരളീധരനെ വടകരയിലെ മത്സരത്തിന് അയച്ചതോടെയാണ് VK പ്രശാന്ത് CPIM-നായി മണ്ഡലം പിടിച്ചെടുത്തത്. മണ്ഡലത്തിൽ മുൻ സ്പീക്കർ M വിജയകുമാറാണ് ഏറ്റവും കൂടുതൽ ജയിച്ചയാൾ. 1987-ലും 91-ലും 96-ലും 2006-ലും വിജയകുമാർ ജയിച്ച മണ്ഡലമാണ്. VV രാജേഷ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറെ അകലെ 2ാം സ്ഥാനത്ത് വന്നതും 2016-ൽ കുമ്മനം രാജശേഖരൻ 2ാമതെത്തിയതുമാണ് BJPയുടെ വലിയ നേട്ടങ്ങൾ. 2 വട്ടം BJP 2ാം സ്ഥാനത്ത് വന്ന മണ്ഡലമാണെങ്കിലും കെ മുരളീധരൻ മത്സരിക്കുന്നത് ഇത്തവണ BJPയോടല്ല, അത് CPIM-നോടാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3ാമതായ നേമത്ത് മുരളീധരൻ വീണ്ടും മത്സരം പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ അതാകുമായിരുന്നു ഹീറോയിസം. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി 55,837 വോട്ട് നേടി ജയിച്ച മണ്ഡലത്തിൽ മുരളീധരന് ലഭിച്ചത് 36,524 വോട്ട് മാത്രമാണ്. അവിടെ 2ാം സ്ഥാനത്ത് BJP വന്നത് മാത്രമല്ല പ്രത്യേകത, O രാജഗോപാൽ 2016-ൽ ജയിച്ചു എന്നതുമാണ്. നിയമം ഉപേക്ഷിച്ചാണ് മുരളീധരൻ CPIM-നോട് മത്സരിക്കാൻ വട്ടിയൂർക്കാവിലേക്ക് എത്തുന്നത്. ജയത്തേക്കാൾ കൂടുതൽ തോൽവികൾ സ്വന്തം അക്കൗണ്ടിലുള്ള ഒരേ ഒരു മുൻനിര നേതാവാണ് കെ മുരളീധരൻ. കെ കരുണാകരന്റെ മകൻ എന്ന ലേബലിൽ നിന്നപ്പോഴും സ്വന്തം പാർട്ടി ഉണ്ടാക്കി മത്സരിച്ചപ്പോഴും സ്ഥിതിക്ക് വ്യത്യാസമുണ്ടായില്ല. കോൺഗ്രസിൽ മടങ്ങിയെത്തി നിലയും വിലയും ഉണ്ടായ കാലത്തും ജയത്തേക്കാൾ കൂടുതൽ തോൽവി ഏറ്റുവാങ്ങിയ നേതാവാണ്. EK ഇമ്പിച്ചി ബാവയെയും MP വീരേന്ദ്രകുമാറിനെയും തോൽപ്പിച്ച് കോഴിക്കോട് തുടങ്ങിയതാണ് ആ തെരഞ്ഞെടുപ്പ് ചരിത്രം. MP വീരേന്ദ്രകുമാറിനോട് അതേ കോഴിക്കോട് തന്നെ തോറ്റതോടെ കഷ്ടകാലം ആരംഭിച്ചു. അത് 1996-ലാണ്. അതേ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ കെ കരുണാകരനും തോറ്റു. അതോടെ 1998-ലെ തെരഞ്ഞെടുപ്പിൽ തൃശൂർ വന്നു നിന്നു, വീണ്ടും തോറ്റു. പിതാവും പുത്രനും VV രാഘവനോട് തോറ്റു എന്ന അപൂർവതയും അങ്ങനെ സംഭവിച്ചു. പിതാവ് 1409 വോട്ടിനാണ് തോറ്റതെങ്കിൽ പുത്രൻ 18,000 വോട്ടിന് തോറ്റു. 2004-ൽ സംസ്ഥാന മന്ത്രിയായി വടക്കാഞ്ചേരിയിൽ മത്സരിച്ചിട്ടും തോറ്റയാൾ എന്ന നാണക്കേടും മുരളീധരന്റെ പേരിൽ കുറിക്കപ്പെട്ടു. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി മന്ത്രിസഭയിൽ അംഗമായ ശേഷമുള്ള തെരഞ്ഞെടുപ്പിലാണ് തോറ്റത്. പിന്നെ കോൺഗ്രസിൽ നിന്ന് തന്നെ പുറത്തേക്കുള്ള യാത്രയാണ് കണ്ടത്. DIC-ആയും NCP-ആയും മത്സരിച്ചിട്ടും എങ്ങും എത്താൻ കഴിയാതെ കോൺഗ്രസിലേക്കുള്ള മടക്കം. അങ്ങനെ മടങ്ങി വന്ന് ജയിച്ച വട്ടിയൂർക്കാവിലേക്കാണ് വീണ്ടും മുരളീധരൻ എത്തുന്നത്. കെ മുരളീധരന്റെ വട്ടിയൂർക്കാവ് മത്സര പ്രഖ്യാപനം പലതുകൊണ്ടും പ്രധാനപ്പെട്ടതാണ്. ഭരണം കിട്ടിയാൽ താക്കോൽ സ്ഥാനം തന്നെ ലക്ഷ്യവുമായിട്ടാണ് ആ വരവ്. നേതാവാരെന്ന അങ്കലാപ്പ് മാറാത്ത കോൺഗ്രസിലെ സ്ഥിതി അതോടെ കൂടുതൽ സങ്കീർണമാകും. പ്രതിപക്ഷ നേതാവ് VD സതീഷിന് ഏക ഛത്രാധിപതി എന്ന മട്ടിലുള്ള സ്ഥാനമില്ല. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള ഭൈമി കാമുകന്മാർ വേറെയുമുണ്ട്. അവിടെ മുൻ KPCC പ്രസിഡന്റ് എന്ന നിലയിൽ കെ മുരളീധരനും ഒരു കസേര പണിതിട്ട് ഇരിക്കാവുന്നതേയുള്ളൂ. ജയിച്ചു വരുന്ന MLA-മാരിൽ ഭൂരിപക്ഷവും ആർക്കൊപ്പമാകും എന്നതിനെ മാത്രം ആശ്രയിച്ചല്ല ആ തെരഞ്ഞെടുപ്പ്. മുസ്ലിം ലീഗിനും ആ ഘട്ടത്തിൽ ഒരു നിർണായക ശബ്ദമുണ്ടാകും. കോൺഗ്രസിനകത്തും പുറത്തുമുള്ള തെരഞ്ഞെടുപ്പുകളിലെ വിജയിയാകും ശരിക്കുള്ള താക്കോൽ സ്ഥാനത്ത് വരിക. ഒരു പാർട്ടിയും സ്വന്തം നിലയ്ക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം അനുവദിക്കാറില്ല. എന്നാൽ വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മുരളീധരനെ തിരുത്താൻ തൽക്കാലം കോൺഗ്രസിൽ ആർക്കും കരുത്തില്ല. കാരണം മുരളീധരൻ ജയിച്ചു നിന്ന സ്വന്തം വടകര പാർട്ടിക്ക് വേണ്ടി ത്യജിച്ചയാളാണ്.
പാർട്ടി നേതൃത്വത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് തൃശൂരിൽ വന്ന് മത്സരിച്ചത്. കൊണ്ടുവന്ന് നിർത്തി തോൽപ്പിച്ചു എന്ന് പലവട്ടം മുരളീധരൻ പരസ്യമായി തന്നെ പറയുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ മുരളീധരൻ സ്വയം നടത്തുന്ന പ്രഖ്യാപനത്തെ തടയാനുള്ള കരുത്ത് VD സതീശനില്ല. കെ മുരളീധരനെ തിരുത്താൻ മാത്രമുള്ള സംഘടനാ പാരമ്പര്യം സണ്ണി ജോസഫിനോ അടൂർ പ്രകാശിനോ ഇല്ല. KC വേണുഗോപാലിനും ചരിത്രപരമായ കാരണങ്ങളാൽ മുരളീധരനോട് മിണ്ടാതിരിക്കാൻ പറയാനാകില്ല. അതുകൊണ്ട് തൽക്കാലം മുരളീധരൻ തീരുമാനിക്കുന്നതാണ് സ്വന്തം സീറ്റും പരിപാടികളും. വട്ടിയൂർക്കാവ് BJPയെ സംബന്ധിച്ച് അനിശ്ചിതത്വം ഉള്ള മണ്ഡലമാണ്. 2016 കുമ്മനം രാജശേഖരനും 2021 VV രാജേഷും 2ാം സ്ഥാനത്ത് എത്തി എന്നത് ശരി. പക്ഷേ വിജയത്തിലേക്ക് എത്തുന്ന മട്ടിലുള്ള ചലനമുണ്ടാക്കാൻ ഇരുവർക്കും കഴിഞ്ഞില്ല. കുമ്മനം രാജശേഖരൻ 7622 വോട്ടിനും VV രാജേഷ് 21515 വോട്ടിനുമാണ് തോറ്റത്. 2019 ഉപതെരഞ്ഞെടുപ്പിൽ S സുരേഷ് വെറും 27453 വോട്ട് മാത്രം നേടി മൂന്നാമതാവുകയും ചെയ്തു. നേമത്തോ കഴക്കൂട്ടത്തോ തിരുവനന്തപുരത്തോ ഒക്കെ BJP കാണുന്ന സാധ്യത വട്ടിയൂർക്കാവിൽ കണക്കാക്കുന്നില്ല. അതിന് പ്രധാന കാരണം VK പ്രശാന്ത് മണ്ഡലത്തിൽ അത്രയേറെ ജനപ്രിയനായി കഴിഞ്ഞു എന്നതാണ്. നേരിട്ടൊരു മത്സരത്തിൽ BJPക്ക് എത്താനാവാത്തത്ര ഉയരത്തിലാണ് VK പ്രശാന്ത്. എന്നാൽ മുതിർന്ന നേതാവ് എന്ന നിലയിൽ കെ മുരളീധരൻ മണ്ഡലത്തിലേക്ക് എത്തിയാൽ സ്ഥിതി മാറാം. VK പ്രശാന്തും മുരളീധരനും പരസ്പരം കടന്നുകയറി വോട്ട് പിടിക്കുമ്പോൾ BJPക്കും തുല്യ സാധ്യത തുറക്കപ്പെടുകയാണ്. ചെറിയാൻ ഫിലിപ്പ് ഇടതുപക്ഷത്തിനായി മത്സരിച്ച് തോറ്റ ആ മണ്ഡലമല്ല വട്ടിയൂർക്കാവ്. ഇപ്പോൾ TN സീമ മൂന്നാമതെത്തിയ മണ്ഡലവുമല്ല. VK പ്രശാന്ത് രാപ്പകലില്ലാതെ ഓടി നടന്ന് സൃഷ്ടിച്ച ഇടതുപക്ഷ പ്രവർത്തകരുടെ വലിയൊരു നിരയുള്ള മണ്ഡലമാണ്. അവിടെയാണ് അട്ടിമറി സാധ്യത തുറന്നിട്ട് കെ മുരളീധരൻ എത്തുന്നത്. ഇതേതായാലും മുരളീധരൻ നടത്തുന്ന രാഷ്ട്രീയ സമരമല്ല, സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പിനായുള്ള മുരളീധരന്റെ മത്സരമാണ്. ഇപ്പോഴല്ലെങ്കിൽ ഇനി എന്ന് എന്ന ചോദ്യമാണ് മുരളീധരൻ നേരിടുന്നത്. അതിനോട് കോൺഗ്രസ് നേതൃത്വം എങ്ങനെ പ്രതികരിക്കുന്നു എന്നാണ് ഇനി അറിയാനുള്ളത്. സ്പോട്ട്ലൈറ്റ് ഇനി നാളെ ഇതേ സമയം മറ്റൊരു വിഷയവുമായി. നമസ്കാരം.